الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, എല്ലാവരും ഇത്തിക്കാഫിൻ്റെ നിയത്തോടുകൂടി പള്ളിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് കിട്ടും ഇൻഷാ അല്ലാഹ്. സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു മുസ്ഹഫ് ഖുർആൻ കയ്യിൽ വെക്കി. ഞാനൊരു അത്ഭുതം ഖുർആനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വസിയ്യത്താണ്. ഇത് മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം സമൂഹത്തിന് നൽകണം എന്നുദ്ദേശിച്ച വസിയ്യത്ത്. മറ്റൊരു നിലക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്, പക്ഷേ അന്നത് നൽകാനായിരുന്നു ആഗ്രഹം. പക്ഷെ സാധിച്ചില്ല എന്ന് പറയുന്നത് ഞാനല്ല, അല്ലെങ്കിൽ ആ വസിയ്യത്താണ് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് എന്ന് പറയുന്നത് ഞാനല്ല. ഹിജ്റ 32-ലോ 33-ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്, ഖിലാഫത്തിൻ്റെ കാലത്ത് മരണപ്പെട്ട സ്വർഗത്തിലെ പണ്ഡിതന്മാരുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ വഫാത്തിൻ്റെ അവസാന സമയം നബി ഒരു വസിയ്യത്ത് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ വീണ്ടും നബിക്ക് ബോധം പോയി. ആവശ്യപ്പെട്ട് എഴുത്തുകാർ വരുമ്പോഴേക്ക് ബോധം നഷ്ടപ്പെട്ടു പോയി, എഴുതാൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എഴുതിക്കണം എന്ന വലിയ ബഹളമൊക്കെ ഉണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ആ ഹദറത്തിൽ, ആ അവസ്ഥയിൽ അവിടെ ചർച്ചയും ബഹളമൊന്നും പാടില്ല എന്നുള്ള നിലക്ക് അത് ഒഴിവാക്കി. ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ് ഈ വാചകം. ആ വസിയ്യത്താണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് സൂറത്തു അൻആമിലാണ്. സൂറത്തു അൻആമിലെ 151, 52, 53 ആയത്തുകൾ. സൂറത്ത് അൻആം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മുസ്ഹഫിൽ 148-ാമത്തെ പേജാണ്. മിക്കവാറും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പം അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് 1-2 കാര്യം സാന്ദർഭികമായി പറയാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ റമദാൻ ഒരു വിരുന്നുകാരനായി വന്ന് പോവുകയാണല്ലോ. നമ്മളോട് വിട പറയാം. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ നമുക്കൊരുപാട് ബർക്കത്തുകൾ ഈ മാസം കിട്ടിയില്ലേ? ഇല്ലേ? കിട്ടിയല്ലേ? ഉറപ്പല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ നിഅമത്തുകൾ, അള്ളാഹു തന്നെ ഈ നിഅമത്തുകളൊക്കെ ഒന്ന് നിങ്ങൾ ഉള്ളിൽ കൊണ്ടുവരിക. ആദ്യം ഈ മാസം അള്ളാഹു തആല നമുക്ക് തന്ന ഒരുപാട് നിഅമത്തുണ്ട്, ഒന്ന് ഉള്ളിൽ കൊണ്ടുവരും. ഒന്നില്ലേ? എണ്ണാൻ കഴിയുന്നില്ല, അല്ലേ? എണ്ണാൻ കഴിയില്ല. പക്ഷേ കഴിയണമൊക്കെ വരട്ടെ. എന്നിട്ട് ഓരോന്നിൻ്റെ അടുത്തേക്കൊന്ന് നോക്ക്. 1, 2, 3, 4, 5. എനിക്ക് എണ്ണാൻ കഴിയുന്നില്ല. എനിക്ക് അള്ളാഹു തന്നത് എണ്ണാൻ കഴിയും. ഓരോന്നിൻ്റെ അടുത്തും നിന്നിട്ട് ശുക്ർ പറയും. അൽഹംദുലില്ലാ എന്ന് പറയില്ലേ? അൽഹംദുലില്ലാ, അതാണ് ശുക്റിൻ്റെ ഏറ്റവും വലിയ വാചകം. അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ എന്ന് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ശുക്ർ പറയാം? താങ്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ആവോ? ഓരോന്നാലോചിച്ചു. ഭയങ്കരമാണ്.
സഹോദരന്മാരെ, ഞാൻ ഒറ്റൊന്ന് പറയാം. നമുക്ക് അള്ളാഹു ആഫിയത്ത് തന്നില്ലേ? 26 നോറ്റില്ലേ? ആഫിയത്ത് തന്നില്ലേ? നിസ്കരിച്ചില്ലേ? ഖിയാമുൽ അടക്കം ആഫിയത്ത് തന്നില്ലേ? അത് പോരെ നിഅമത്തായിട്ട്? ആഫിയത്തിന് നേരെ അപ്പുറത്തൊന്ന് ആലോചിച്ചു പോകുന്നു. എത്ര മനുഷ്യന്മാർ ആഗ്രഹിച്ചു വന്ന് പള്ളിക്ക് വരാൻ കഴിഞ്ഞോ? എൻ്റെ മുമ്പിൽ ഒരുപാട് രൂപങ്ങളുണ്ട്. എത്രയോ വർഷമായിട്ട് ബെഡിൽ കിടക്കുന്ന, എഴുന്നേൽക്കാൻ പറ്റാത്ത വല്ലാത്ത കൊതിയാണ് പള്ളിക്ക് വരാൻ. വല്ലാത്ത കൊതി. കഴിഞ്ഞ ദിവസം ഞാൻ റമദാൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയി ഒരു നാട്ടിൽ. അവിടെ ഒരു മനുഷ്യൻ, ആ പള്ളിയുടെ എല്ലാമായിരുന്നൊരു മനുഷ്യൻ വർഷങ്ങളായിട്ട് ബെഡഡാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണ്ടായിരുന്നു. അത്ര വൈകാരികമായിരുന്നു അദ്ദേഹത്തിന്. ഭയങ്കര ആഗ്രഹം. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരാ സഹോദരന്മാർ? അള്ളാഹു നൽകിയ ആഫിയത്ത് മതി എന്തിന്? ശുക്ർ പറയാൻ അത് പോരെ? നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. അതാണ് അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലാ. സഹോദരന്മാരെ, ആഫിയത്തിന് നേരെ വിപരീതൊരവസ്ഥ. ആഫിയത്തിന് അകത്താൻ നമുക്കൊക്കെ അനുഭവപ്പെട്ടില്ലേ? കേട്ടല്ലോ അല്ലേ? ആഫിയത്തിന്റെ നേരെ വിപരീതാവസ്ഥ എന്താ? രോഗം അല്ലേ? രോഗല്ലേ? ആണോ അല്ലേ? സഹോദരന്മാരെ കേട്ടോ, ആഫിയത്ത് അള്ളാഹുവിന്റെ നിഅമത്താണെങ്കിൽ ആഫിയത്തില്ലാത്ത രോഗമെന്നത് അള്ളാഹുവിന്റെ മഅയ്യത്താണ്. അള്ളാഹുവിന്റെ മഅയ്യത്താണ്. എന്താ മഅയ്യത്ത് പറഞ്ഞ? അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ രോഗിയായിരിക്കുമ്പോൾ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഇഹ്സാനുൽ തന്നെ ഉണ്ട്. അള്ളാഹിനെ കുറിച്ച് ഇഹ്സാനുൽ എന്ന് വെച്ചാൽ എന്താ? ചീത്ത വിചാരിക്കുക. അള്ളാഹുവിന്റെ മഅയ്യത്ത് എങ്ങനെയെന്നോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നുണ്ട് മനുഷ്യന്മാരെ. ഖിയാമത്ത് നാളിൽ വിചാരണ നടത്തുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എടാ, എനിക്ക് രോഗം വന്നു, എന്നിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ഖുദ്സിയായ ഹദീസാണ്. അപ്പൊ ശരിക്കും ഈ മനുഷ്യൻ അത്ഭുതപ്പെടും. അല്ലാഹുവേ, നിനക്ക് രോഗം വരെ, നിന്നെ സന്ദർശിക്കും, നീ റബ്ബല്ലേ? അല്ലാഹു മറുപടി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ അയൽവാസിയുടെ കൂട്ടത്തിൽ ഇന്ന ആൾക്ക് രോഗം വന്നില്ലേ? നിങ്ങൾ പോയി നോക്കിയോ? നീ അവിടെ പോയിരുന്നുവെങ്കിൽ, അവിടെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു. എവിടെ? രോഗിയുടെ അടുത്ത് കാണാമായിരുന്നു. അപ്പൊ സഹോദരന്മാരെ, രോഗം എന്താണ്? മഅയ്യത്താണ്. ആഫിയത്ത് നിഅമത്താണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ആ നിഅമത്തിനേക്കാൾ വലുതാണ് എന്ത്? മഅയ്യത്ത്. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അന്ന് ആലോചിക്കുന്നു. രോഗം നമുക്ക് പേടിയല്ലേ? ദുഃഖമല്ലേ? സങ്കടമല്ലേ? എന്നാൽ വിശ്വാസി അറിയണം, മുഅ്മിൻ അറിയണം. മുഅ്മിൻ എന്നാണ് മുഅ്മിൻ വിശ്വാസിന്റെ പേര്, വിശ്വാസി എന്നല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയത്വം ലഭിച്ചവൻ. എന്താ കാരണം? അള്ളാഹു അവന്റെ കൂടെ. മനസ്സിലാണ്ടല്ലോ ഞാൻ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ, അല്ലെങ്കിൽ ഇനി പ്രതിസന്ധികളാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ മഅയ്യത്തുണ്ടെന്ന ചിന്തയോടുകൂടി ആ മഅയ്യത്തിനെ ആലോചിച്ച് അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കണം. സഹോദരന്മാരെ, ഒരൊറ്റ സംഗതി മാത്രം ആലോചിക്കണം. അതാലോചിച്ചിട്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ വസിയ്യത്തിലേക്ക് പോകാം. ഒറ്റൊന്ന്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞോ?
ഒന്ന് നോക്കിയാൽ മതി ഉള്ളിലേക്ക്. ഏതെങ്കിലും ഉണ്ടോ? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എല്ലാവരും നോക്കണേ. ഇനി കുറച്ച് സമയമുള്ളൂ, എല്ലാവരും നോക്കണം. ഈ ഖുർആന്റെ മാസമായിരുന്നു. ഖുർആനുമായുള്ള നമ്മുടെ കണക്ഷൻ എങ്ങനെ ആയിരുന്നു? കുറച്ച് സമയം കൂടി ഉണ്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരുന്നു ആലോചിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അല്ലാഹു തആല നമ്മളെ ഇവിടെ എത്തിച്ചത് കേവലം ജോലിക്കോ ബിസിനസ്സിനോ ഒന്നും അല്ല സഹോദരന്മാരെ. ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഈ രാജ്യത്ത് നമ്മൾ എത്തിച്ചതും ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു ഉണ്ടാക്കിയതും. അപ്പൊ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, ഈ ഒരു മാസത്തിൽ 26 ദിവസം കഴിഞ്ഞു. എന്തായിരുന്നു നമ്മുടെ സദഖയുടെ വിഷയം? സദഖ എന്ന് പറഞ്ഞാൽ റിയാലോ ദിർഹമോ കൊടുക്കലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ സത്യസന്ധത, ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധതയായിട്ട് കീശയെന്ന് അല്ലെങ്കിൽ പേഴ്സിന്ന് വരണം. അപ്പോഴെന്താവുള്ളൂ? സദഖ. മൂപ്പര് ചോദിച്ചു, ഞാനെങ്ങനെ കൊടുക്കാണ്ടിരിക്കുക? അതെന്തല്ല സദഖ. ശരിക്കും ശ്രദ്ധിച്ചോളിയ, സദഖ ഉള്ളെന്ന് വരണം. അപ്പൊ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു നമ്മൾ ശ്രദ്ധിക്കും. സഹോദരന്മാരെ, ഇപ്പം അവസാനത്തെ 10 കുറേ ദിവസമായല്ലോ അല്ലേ? കുറേ ദിവസം. ഏതെങ്കിലും ഒരു ദിവസം ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നിരുന്നോ? ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് പൂരിപ്പിക്കാനാണ്. എല്ലാവരും നിയ്യത്ത് ശരിയാക്കി വന്നിരുന്നോ? കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം. അള്ളാഹു നമ്മുടെ നിസ്സഹായാവസ്ഥ കാണും, ഒരു സംശയമില്ല. നിങ്ങൾ പേടിക്കണ്ട. എല്ലാവർക്കും 24 മണിക്കൂറും 10 ദിവസമൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അള്ളാഹ്ക്ക് അറിയാതെ. അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല? അള്ളാഹുവിന്റെ വാക്ക് മനോഹരമാണ്. അള്ളാഹു ഒരാളുടെ കഴിവിൽപ്പെട്ടതേ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കൊള്ളൂ. അതുകൊണ്ട് ബേജാറാകണ്ട. സഹോദരന്മാരെല്ലാവരും ചിന്തിക്കാം. ഇതാലോചിച്ച് വേണം നമ്മൾ ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ദിവസം മുമ്പോട്ട് പോകാൻ. എല്ലാവരും ഇതാലോചിച്ച് വേണം. സഹോദരന്മാരെ, ഒരിക്കലും നന്മ അവസാനിക്കില്ല. തുടരണം നമുക്ക് ഇൻഷാ അള്ളാഹ് തുടരണം. നെയ്യത്തുണ്ടെങ്കിൽ, ആ നെയ്യത്തിന് നല്ല അസീമത്തുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെ എത്തിച്ചു തരും, ഒരു സംശയമില്ല. പക്ഷെ അതാണ് പ്രശ്നം, നെയ്യത്തുണ്ടാകും. അതാണ് പ്രശ്നം. ഇസ്തിഖാമത്ത് വളരെ പ്രധാനം. ഇസ്തിഖാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായ ജീവിതം എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുപോകണം. ഏതുവരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ, അതുവരെ പോകണം. ഹത്താ സുർത്തുമുൽ മഖാബിർ. പക്ഷെ നമ്മളെ സ്വഭാവം എന്താണെന്നുള്ള പറയുന്നത്, അൽഹാകുമുത് തകാസുർ. നമ്മൾ തക്കാസുറിന്റെ ആളുകളാണ്. എത്ര കിട്ടിയാലും നമുക്ക് എന്താണ്? ആർത്തി തീരൂല. അതിലാണ് നമ്മൾ മുഴുവൻ ശ്രദ്ധയും. അത് നിങ്ങളെ അശ്രദ്ധമാക്കി കളഞ്ഞു എന്നാണ് അള്ളാഹ് പറയുന്നത്. സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിക്കുക. സഹോദരൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് നിൽക്കാണ് ഞാൻ പറയുന്നത്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ഒരു വാചകം മാത്രം കേൾപ്പിച്ച് ഞാനത് അവസാനിപ്പിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ. അള്ളാഹുവിനെ സത്യം, ഖബറിലുള്ള ആൾക്കാരോട് ഇപ്പം ആഗ്രഹിച്ചോളി എന്നുള്ള പറഞ്ഞു എന്ന് വെക്കുക. ആഗ്രഹിച്ചോളി. എന്തായിരിക്കും ആഗ്രഹിക്കും? നമ്മളോടല്ല, നമ്മളും ഖബറിലെത്തിയാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആദ്യം പറഞ്ഞു തരണം. എന്തായിരിക്കും ആഗ്രഹിക്കുക? തമന്നൗ യൗമൻ മിൻ റമദാൻ. തമന്നൗ യൗമൻ മിൻ റമദാൻ. റമദാനിലെ ഒരു ദിവസം കിട്ടിയെങ്കിൽ, റമദാനിലെ ഒരു ദിവസം കിട്ടിയെങ്കിൽ എന്നാണ്. എപ്പോ പോകണം? അവിടെ എത്തിയിട്ടേ. പക്ഷെ കാര്യമുണ്ടോ? അവിടെ സഹോദരന്മാരെ, ഈ ദിവസം നമ്മൾ ശരിക്കും ഉപയോഗിക്കാം. എല്ലാവരും, കുറച്ച് സമയമുള്ളൂ, പക്ഷെ ഇതെല്ലാവരും ഉപയോഗിക്കും. ആരും ഇതിലൊരു വീഴ്ചയും വരുത്താതിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക സഹോദരന്മാരെ. ഒരു സുന്നത്തും കൂടി പറഞ്ഞ് നമ്മൾ വിഷയത്തേക്ക് പോകും. അത് പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്ത്, ഈദുമായി ബന്ധപ്പെട്ട സുന്നത്ത്. നിങ്ങൾക്കൊക്കെ അറിയും, പക്ഷെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ മാത്രം. പെരുന്നാളിന്, ഈദിന് നിങ്ങളെല്ലാവരും കുളിക്കണം. ഈദിന് വേണ്ടി സുന്നത്തായ എന്തുണ്ട്? കുളിയുണ്ട്, മറന്നു പോകരുത്. എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ വെച്ചാൽ ഒരു സുന്നത്ത് കിട്ടാൻ. ഒരു സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോകുന്നു. ഇപ്പം നബി ചോദിക്കേണ്ട, ഈ ഖബറിൽ ആരാണ്?
നിനക്ക് ഓർമ്മയില്ല ആരാ? സഹാബികൾ പറഞ്ഞു ഇന്ന ആളാണ്, ഇന്ന ആളാണ്. നബി പറയുന്നുണ്ട്, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 റക്അത്ത്. കാരണം 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ മഹത്വം എത്രയെന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമുക്ക് അതിന് വിലയില്ല. എന്ത് സുന്നത്തിന് ചോദിച്ചാൽ പോകണം. സുന്നത്ത് വേറെ ആർക്കും ഉള്ളതാണ്. അങ്ങനെ തന്നെ ഇപ്പം നേരല്ല, എന്താ അറിയില്ല, നേരെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. അള്ള തിന്നതല്ലേ കൂട്ടരെ. മേപ്പെട്ട് പോയ ശ്വാസം താഴേക്ക് പോയിട്ടില്ലെങ്കിൽ എന്തിനു നന്ന് നേരം. പിന്നെ നേരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? പിന്നെ നേരണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കെന്താ കാര്യം? ശരിക്കും ശ്രദ്ധിക്കാം. നേരം നമ്മൾ തന്നെ. നേരം എന്താ? വൽ അസ്ർ, കാലം, സമയം. അതുകൊണ്ട് സത്യം ചെയ്തത് റബ്ബ, അത് റബ്ബിൻ്റെ. സത്യം ചെയ്ത സാധനമൊക്കെ റബ്ബിൻ്റെതാണ്. ഖുർആൻ ഇനി മറിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ വസ്സമായി അള്ളാൻ്റെ അല്ല, വൽ ഖമരി, ഇതൊക്കെ സത്യം ചെയ്ത സാധനം. സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിക്കുക സഹോദരന്മാരെ. അപ്പോൾ കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, ഉള്ളതിൽ നല്ലത് ധരിക്കണം, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കണം. മനസ്സിലായി? അതെല്ലാവരും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വസ്ത്രം ധരിച്ചാൽ പോയിരുന്നു. മൂന്നാമതായി സുഗന്ധം, അത്തർ പറ്റണം. സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ അത്തർ പറ്റണം, ഉള്ളിൽ നിന്നൊക്കെ ആകാം. പുരുഷന്മാർ സുഗന്ധം പൂശണം. നാലാമത്തേത് ഈദുൽ ഫിത്തറിൻ്റെ മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. എന്തെങ്കിലും ഒരു സുന്നത്ത്. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ സുന്നത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ തുലാസ് ഉണ്ടാകുക. നമ്മളെ തുലാസിന് ഓർമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും. ഭക്ഷണം കഴിക്കും. അഞ്ചാമതായി തക്ബീർ ചൊല്ലണം. മാസപ്പിറവി കണ്ടത് മുതൽ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കും. അത് പെരുന്നാൾ നിസ്കാരം അവസാനിക്കുന്നത് വരെ തക്ബീർ. മനസ്സിലായി? പറ്റുമെങ്കിൽ ആറാമത്തെ കാര്യം ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈദ്ഗാഹുകളിലേക്ക് പോയത് ഫജ്ർ നിസ്കരിച്ച് നേരെ ഈദ്ഗാഹ്ക്കാൻ പോയി. ഫജ്ർ നിസ്കരിച്ചിട്ട് നേരെ, അത്ര സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ഈദിൻ്റെ സമയം എല്ലാവർക്കും അറിയാം. ആ സമയമാണ് ശരിക്കും യഥാർത്ഥ സമയം. അതുകൊണ്ട് സഹാബത്ത് ഫജ്ർ നിസ്കരിച്ച് നേരെ ഈദ്ഗാഹിലേക്കാണ് പോയത്. ഏഴാമത്തെ കാര്യം, ഇത് നമുക്ക് നടക്കുമെന്ന് അറിയില്ല, ഈദ്ഗാഹിലേക്ക് സഹാബികൾ നടന്നാ പോയിരുന്നത്. മനസ്സിലായി? അപ്പം നമുക്ക് വാഹനം നിർത്തിയിട്ട് നടക്കുമ്പോൾ നീയത്ത് മനസ്സിലാക്കി. വാഹനം നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോകില്ലേ. അപ്പം ഈ നടത്തം എന്ന നീയത്ത് എന്താക്കുക, മനസ്സിലാക്കുക. മനസ്സിലായി? ഇതിനർത്ഥം ഈദ്ഗാഹിലേക്ക് വാഹനത്തിൽ പോയിക്കൂടാന്നല്ല, അനുവദനീയമാണ്. ഇങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നെയാണ്. പിന്നെ എട്ടാമത്തേത് പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത് മുസല്ലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പെരുന്നാൾ നിസ്കാരവും നിസ്കരിച്ചത് മുസല്ലയിൽ, ഈദ്ഗാഹിലാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഈദ്ഗാഹുകളിൽ തന്നെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഗവൺമെൻറ് ഒരുപാട് ഈദ്ഗാഹുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി? പിന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക. ഇതാണ് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതല്ലാത്ത മുസീബത്തുകൾ നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വരും. അതുകൂടി ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇതല്ലാത്ത മുസീബത്ത് എന്നാട്ടോ ഞാൻ പറഞ്ഞത്. ഒരുപാട് ചാൻസ് ചിലപ്പോൾ കിട്ടും, പക്ഷെ വരരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാകട്ടെ. സഹോദരന്മാരെ, സൂറത്തു അൻആം എല്ലാവരുടെ കയ്യിലും കിട്ടിയല്ലോ അല്ലേ? ഇതൊരു ഭയങ്കര സൂറത്താണ്. ഇത് നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ, ഈ സൂറത്ത് നമുക്ക് ഒരാവർത്തി ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് വായിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. അത്ര മനോഹരം, അത്ര മനോഹരം. അതിൻ്റെ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. പേര് അൻആം. അൻആം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. മനസ്സിലായി? പക്ഷേ ഇത് ഭയങ്കര സൂറത്ത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ വാചകം അതാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത്, ആ വസിയ്യത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ആ വസിയ്യത്ത് അലൈഹാ ഖാത്തിമ, അവസാനത്തെ നബിയുടെ വസിയ്യത്ത്, അതറിയണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫൽയഖ്റ ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇത് നമ്മളെ ഖുർആനിലുള്ള നമ്മളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ഉദ്ദേശിച്ച വസിയ്യത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. 151-ാമത്തെ ആയത്ത് കണ്ടില്ല എല്ലാവരും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, തആലൂ വരി, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയത് എന്താണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. മനസ്സിലായി? ഇത് നേരത്തെ അള്ളാഹ് റസൂലിന് ഇറങ്ങിയതാണ്, റസൂൽ സഹാബത്തിന് കേൾപ്പിച്ചതാണ്. പക്ഷെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാനം ഒരു വസിയത്ത് എല്ലാവർക്കും ഉണ്ടാവും. നല്ല സ്നേഹമുള്ളവർക്കൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ മക്കൾ നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മൾ ചുവട്ടിൽ മക്കളോട് പറയും, മോനെ എൻ്റെ വസിയത്ത് ഇന്നതാട്ടോ. മനസ്സിലായി? അതാ അങ്ങനത്തെ വസിയത്ത്. എന്താ പറയണത്? ഒന്നാമത്തെ വസിയത്ത് അല്ലാ തുശ്രികൂ ബിഹി ശൈആ. 10 വസിയത്താണ്, ഞാൻ വേഗം പറയും, ആരും ബേജാറാണ്. 10 വസിയത്താണ്. ഈ 10 വസിയത്തും മഹാനായ നബിതങ്ങൾ നമ്മോട് പറയുന്ന വസിയത്തായിട്ട് നമുക്ക് അനുഭവപ്പെടണം. അതാണ് ഒന്നാമത്തേത്, അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ഒരു നിലക്കുള്ള ശിർക്കും വന്നു പോകുന്നു. എന്താ കാരണം ഞങ്ങളോട് പറയണ്ടല്ലോ. ഒന്നാമത്തെ വസിയത്ത് അതാ, ഒരു നിലക്കുള്ള ശിർക്കും വന്നു പോകരുത്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യം അള്ളാഹുവല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുന്നതിൻ്റെ പേരാണെന്ത്? ശിർക്ക്. അള്ളാഹുവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആരാധനകൾ, ഇബാദത്തുകൾ, നേർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, ഇസ്തിഗാസകൾ ഒക്കെ. ഇതൊക്കെ ആർക്കേ പറ്റൂ? അള്ളാഹുവിന് മാത്രമേ പറ്റൂ. വേറെ ആർക്കും ഇത് പറ്റൂ, ആർക്കും പറ്റൂ. അത് അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. നോക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ആരെയും ഭയപ്പെടരുത്, ശിർക്കായി പോകും. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആരെയും സ്നേഹിക്കരുത്, ശിർക്കായി പോകും. അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആരിൽ നിന്നും നമുക്ക് വന്നു പോയിണോ നമ്മൾ പരിശോധിക്കണം. വന്നു പോയിണോ എന്ന് എല്ലാവരും പരിശോധിച്ചോളൂ. ഈ വിഷയത്തിൽ ഒരു വാശി വേണ്ട. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഗൗരവമുള്ളതാണ്. ഗൗരവം എത്രയെന്ന് വെച്ചാൽ അള്ളാഹു തആല പറഞ്ഞു തന്നിട്ട് ആദ്യേ ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി. അള്ളാഹ് പൊറുക്കൂല നീ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തൊക്കെ പൊറുക്കും. ഇതെന്താക്കൂല? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്തവന് ജന്നത്ത് ഹറാമാണ്. നമ്മളോടൊന്നല്ല, അള്ളാഹു റസൂലിനോട് പറഞ്ഞ വാചകം കേട്ടാൽ ഞെട്ടിപ്പോകും. റസൂലിനോട് പറയാം, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ആരാ റസൂൽ? ഇപ്പൊ നമുക്കൊക്കെ ഒരു സംശയമുണ്ട്, എൻ്റെ അടുത്ത് ശിർക്ക് വരുമോ? ഞാൻ മുസ്ലിം അല്ലേ, മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും പറഞ്ഞോനല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ആരാ? ആ റസൂലിനോട് അള്ളാഹു തആല പറയാ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലും പാളിപ്പോകും, പാഴായിപ്പോകും. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞ എന്താ അറിയോ? നമ്മളത് ഹബാഅൻ മൻസൂറാക്കും. ഹബാഅൻ മൻസൂർ എന്ന് പറഞ്ഞാൽ, ഹബാ എന്ന് പറഞ്ഞാൽ ഈ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ വരുമ്പോൾ ജനൽ കൂടെയൊക്കെ ഒരു പൊടി ഇങ്ങനെ കാണല്ലോ. ആ പൊടി പിടിച്ചാൽ കിട്ടോ? കിട്ടൂല. അതിന്റെ പേരാണ് എന്ത്? നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും? ഹബായി. അള്ളാഹു കാത്തുരക്ഷിക്കുന്നു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ, 2 ശിർക്കുണ്ട്. ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ഷിർക്കുൻ അക്ബർ ഉണ്ട്. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഷിർക്ക്. കൊച്ചു ഷിർക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യും. ഞാൻ സദഖ കൊടുത്തു, എന്തിനാ? ശ്രദ്ധിച്ചോളൂ. ഉദാഹരണം കേട്ടോ പറഞ്ഞു. മാപ്പ കാണാൻ വേണ്ടി നിസ്കരിച്ചു മക്കള്, ഖുർആൻ ഓതി മക്കൾ, അതവിടെ ഉണ്ടാവില്ല. ഇവിടുന്ന് കഴിഞ്ഞ് പ്രശസ്തി കിട്ടാൻ വേണ്ടി, അയാൾ ഭയങ്കര ക്ലാസ്സാട്ടോ, ഭയങ്കര പ്രസംഗാട്ടോ, കഴിഞ്ഞ് അത് ഇവിടുന്ന് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് കൊച്ചു ശിർക്ക്. ഇത് പൊറുക്കും, പക്ഷെ തൗബ ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വന്നു പോകരുത്. ഇഖ്ലാസോട് കൂടി അല്ലാത്ത ഒരു അമലും നമുക്ക് വേണോ? വേണ്ട. എന്തിനാ ആവശ്യമില്ല? ആ കഴിയുന്നില്ലെങ്കിൽ അപ്പം നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ കുറെ കയറി ഇങ്ങനെ കിട്ടി. ഇതെന്തായി? അതോ അത് നിങ്ങളെ ബല കയറാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഒരാളുടെ കയറാണ്. അപ്പൊ എന്തിനാ കയറി?
അത് നബിയെ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ, ദീർഘമായി നിസ്കരിക്കുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഇങ്ങനെ തൂങ്ങിപ്പിടിക്കാനാണ്. യാസ്, ഇങ്ങനത്തെ കാര്യം നമ്മൾ എവിടെയും കണ്ടുക്കണം. നബി പറഞ്ഞാൽ കരയിച്ചാൽ അപ്പം നിസ്കരിക്കണ്ട, നിസ്കരിക്കണ്ട നല്ല ഉന്മേഷത്തോടെ. അതാണ് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എന്ത് വരും? ഉന്മേഷം കിട്ടും, ഒക്കെ കിട്ടും. ഒരു സംശയമില്ല. ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ശിർക്കുൻ അക്ബർ. അതെല്ലാവരും ശ്രദ്ധിക്കണം സ്വാമി. അത് നമുക്ക് പുറത്തു കിട്ടില്ല. അതിന് മോചിതമായി അതിൽ നിന്ന് മാറുക എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാൽ, അള്ളാഹ്ക്കല്ലാതെ ഇത് പറഞ്ഞു തരാൻ കഴിയില്ല. എല്ലാവരും ശ്രദ്ധിക്കും. അള്ളാഹു അല്ലാത്ത ആരോടും ഒരു കാരണവശാലും ആരും ദുആ ചെയ്യരുത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന്റെ വാക്കാണ്. എത്ര മനോഹരം. സൂറത്തുൽ അറാഫ് നിങ്ങൾ മറിച്ചാൽ അവിടെ കാണും ഭയങ്കര രസമുള്ള ഒരു വാക്ക്. ഇന്ന വലിയല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്സാലിഹീൻ. എന്റെ വലിയാരാ? അല്ലാഹ്. നമ്മളതാ പറയുന്നത്. ഇപ്പൊ നമ്മളെ വലിയ വേറെ ആരൊക്കെയാണ്? ഏതാണ് എന്റെ വലിയ? ഏതാണ് ആ അല്ലാഹ്? അല്ലദീ നസ്സലൽ കിതാബ്, ഈ കിതാബ് തന്ന അല്ലാഹ്. ഈ പറഞ്ഞ വലിയകൾ ആരെങ്കിലും കിതാബ് തന്നുകണോ? ഖുർആനേ ഇല്ല. രണ്ടാമത്തെ വാചകം അവൻ നല്ല മനുഷ്യന്മാരെ ഏറ്റെടുക്കും. നമ്മൾ ഏറ്റെടുക്കുന്ന ഇവിടെ പലരും പലരെയും ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കള്ള ഏറ്റെടുക്കല. ഒക്കെ നിഷേധിക്കും. ഒരു സംശയമില്ല. അവര് പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞു എന്ന് നമ്മൾ പറയണതാ. മാത്രല്ല നീ കേട്ടോ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ, ലാ യസ്തതീഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. ലാ യസ്തതീഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവരെ സ്വന്തം തന്നെ സഹായിക്കാൻ കഴിയില്ല, പിന്നെ നിങ്ങളെ സഹായിക്കും. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. ഇതിലുള്ള വാശിയൊക്കെ ഒഴിവാക്കിയാണ്. ഇത് പ്രശ്നം സഹോദരന്മാരെ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പ്രശ്നമാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും സഹോദരന്മാരെ, രക്ഷപ്പെടും. ഉറപ്പാ. തൗഹീദ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഒരു സംശയവും വേണ്ട. നരകത്തിന് ശാശ്വതമായി കിടക്കേണ്ട തൗഹീദുള്ളവർ. തൗഹീദ് ഇല്ലെങ്കിൽ കിടക്കേണ്ടി വരും സഹോദരന്മാരെ. തൗഹീദ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടൊരു പ്രത്യേക വെള്ളമുണ്ട്, മാഉൽ ഹയാ, ജീവൻ നൽകുന്ന വെള്ളാണ്. അതിൽ കൊണ്ടുപോയി മുക്കുമ്പോ മാഷാ അല്ലാഹ് നമ്മളിങ്ങനെ വരും. എന്നിട്ട് സ്വർഗത്തിൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതാണ് തൗഹീദ്. ഒന്നാമത്തെ വസിയ്യത്ത് എന്താ? അല്ലാ തുശ്രികൂ ബിഹി ശൈഅ. രണ്ടാമത്തേത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാന. ഒന്നും അർത്ഥം പറയേണ്ടിയില്ല, നിങ്ങൾ നോക്കിയിട്ടില്ല. മാതാപിതാക്കളോട് എന്ത് ചെയ്യണം? ഇഹ്സാൻ ചെയ്യണം. നോക്കൂ, തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ അമല് ഇതാ. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കിയാൽ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് എന്തുണ്ട്? വബിൽ വാലിദൈനി, എനിക്ക് ശുക്ർ ചെയ്യണം, എനിക്ക് നന്ദി പറയണം എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട്? അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് ശുക്ർ ചെയ്യണം. പിന്നെ നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ ഒരു മഹത്വം എത്ര. നിങ്ങൾക്കൊക്കെ ജീവിച്ചിരിപ്പുള്ളവരുണ്ടാവും അല്ലേ? അള്ളാഹു അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. സ്വർഗം അവിടെയാണ് സ്വർഗം. മരിച്ചുപോയവരുണ്ടാവും. എൻ്റെ ഉമ്മ ഇപ്പയും മരിച്ചുപോയി. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം ദുനിയാവിലെ ജീവിതത്തെക്കാൾ സന്തോഷമുള്ളതാക്കി നൽകുമാറാകട്ടെ. നമ്മളെയും അവരെയും അള്ളാഹുവേ നിന്റെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് ചേർക്കണമേ. സഹോദരന്മാരെ, അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു എന്നുള്ള വാക്ക് പോലും വന്നു പോകരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ അധികം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയണ സംഗതികളാണെങ്കിൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും നല്ല അമൽ ഏതാണ്? നബി പറഞ്ഞു അസ്സലാ. സംശയമല്ലല്ലോ, സ്വലാത്ത്. രണ്ടാമത്തെ ചോദ്യം പിന്നെ ഏതാ? എന്താ മറുപടിയാണ്? ബിർറുൽ വാലിദൈൻ. എങ്ങനെയാണ് ബിർറ്? എങ്ങനെയെങ്കിലും ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ചില ഭാഗം മതിയാവും. നമ്മളൊരു ഫോൺ ചെയ്താൽ മതിയാവും. എൻ്റെ മോനെ, എൻ്റെ ശബ്ദം കേട്ടപ്പോ എന്താണ്
നിങ്ങൾക്കറിയാം, മരിച്ചു പോകുമ്പോഴാണ് ശരിക്കും എൻ്റെ വില അറിയാം. എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ പിന്നാലെ എത്ര തവണ ഓടി വരുന്നുണ്ടല്ലോ, മോനെ കുടിക്ക്, കഴിക്ക്. സ്നേഹം ഭയങ്കര സ്നേഹം. ആ സ്നേഹം നമുക്ക് എവിടുന്ന് കിട്ടും കൂട്ടരെ? അതാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞത്. അതാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തൊരു ചെറുപ്പക്കാരൻ ജിഹാദിന് അനുവാദം ചോദിച്ചു വന്നു. ജിഹാദ് പ്രഖ്യാപിച്ച നേരം ഞാൻ പോരട്ടെ, ജിഹാദിന് പോകണം എന്ന് പറഞ്ഞു. ഒറ്റ ചോദ്യമാണ് നബി ചോദിച്ചത്. നിനക്ക് ആരോഗ്യം ഉണ്ടോയെന്ന് നബി ചോദിച്ചിട്ടില്ല. നിന്റെ അടുത്ത് ആയുധം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല. നിന്റെ അടുത്ത് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല. നിന്റെ അടുത്ത് വാഹനം ഉണ്ടോ പോകാൻ ചോദിച്ചിട്ടില്ല. ചോദ്യം അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ഹയ്യാണോ, ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഈ കുട്ടി പറഞ്ഞു അതെ ഉണ്ട്. നബിന്റെ വാക്കെന്താരോ, ഫഫീഹിമാ ഫജാഹിദ്, അവിടെ പോയി ജിഹാദ് ചെയ്തോ മോനെ. എന്താ അവിടുത്തെ ജിഹാദ്? ഇവർക്കുള്ള ഖിദ്മത്ത് പറഞ്ഞാൽ തീരൂല, ഭയങ്കരമാണ്, ഭയങ്കര. ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾക്ക് ഇങ്ങനെ ദീന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തന്റെ ഉമ്മാക്ക് കുറച്ച് കോഴി വളർത്തുന്നു, മനസ്സിലായില്ലേ? സാധാരണ ഇതിന് തീറ്റ കൊടുക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അന്നെന്തോ നേരെ വൈകി അദ്ദേഹം ദർസ് തുടങ്ങി. അപ്പൊ ഉമ്മന്റെ വിളി ഇങ്ങനെ കേൾക്കട്ടെ. ഉമ്മന്റെ വിളി കേട്ടപ്പോ കുറച്ച് ഉറക്ക എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ വിളി കേൾക്കുന്ന ഒരു വിളി ഉണ്ടല്ലോ, അല്ലാത്തൊരു ട്യൂണിനൊരു ചേഞ്ച്, അങ്ങനെ പറയുന്നതാണ്. മനസ്സിലായി? ദർസ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് അപൂർവതകളാന്ന് തോന്നി എന്തൊരു ചേഞ്ച് ഉണ്ടായെന്നുള്ളത്. അത് വേഗം ഫീൽ ചെയ്യും കേട്ടോ. നമ്മളെല്ലാ പ്രവർത്തനത്തിലും ഫീൽ ചെയ്യും. അത് ശരിക്കും ശ്രദ്ധിച്ചോളിയല്ല, എല്ലാം ഫീൽ ചെയ്യും, നമ്മുടെ എല്ലാവരും ഫീൽ ചെയ്യും. അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടു. അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹം ആൾക്കാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മനോട് വിളി കേട്ടപ്പോൾ എൻ്റെ ആ ട്യൂണിൽ ഒരു ചെറിയ മാറ്റം വന്നു. ഓടിച്ചെന്നു ഉമ്മൻ്റെ അടുത്ത് ഒന്ന് മാപ്പ് ചോദിച്ചു. എന്നിട്ട് ഇതിനൊക്കെ തീറ്റ കൊടുത്തു. എത്ര ചെറുതാ, എത്ര ചെറുതാ ആലോചിച്ചു. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഭയങ്കര സംഭവം. രണ്ടാമത്തെ വസിയ്യത്ത് അതാ. മൂന്നാമത്തെ വസിയ്യത്ത് എന്താ? വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്, അല്ലേ? ദാരിദ്ര്യം പേടിച്ച് നിങ്ങൾ മക്കളെ കൊല്ലരുതേ. നഹ്നു, നമ്മളാണ്, നർസുഖുക്കും, നിങ്ങൾക്ക് തിന്നാൻ തരുന്നതും, വ ഇയ്യാഹും, അവർക്ക് കൊടുക്കുന്നതും. വിശദീകരിക്കണ്ടല്ലോ ഞാൻ. ചെറിയ കുടുംബം ആരാ പറഞ്ഞേ? റസൂൽ എന്താ പറഞ്ഞേ? തസവ്വജു അൽ വദൂദ് അൽ വലൂദ്, കുറെ പ്രസവിക്കണ, നന്നായി സ്നേഹിക്കണവരെ പോയി കല്യാണം കഴിക്കണം. നമ്മൾ പഠിപ്പിച്ചു ചെറിയ കുടുംബം സന്തുഷ്ടം പാടില്ല. സംഭവം കുറെ പലതരത്തിലുള്ള കൊല്ലലുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കണ്ട. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദാരിദ്ര്യം. കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ ഉണ്ടാവില്ല, എഞ്ചിനീയർ ആക്കാൻ കഴിയാതെ പോകും, നമ്മുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമോ? ഇതല്ലേ വിഷയം? അള്ളാന്റെ മറുപടി ഭയങ്കര രസം. നമ്മളല്ലേ എങ്ങൾക്ക് തിന്നത്, അല്ലേ? അവർക്കും നമ്മൾ കൊടുക്കും. റിസ്ക് എവിടുന്ന? അവിടെയാണ് റിസ്ക് ഉള്ളത്. അവിടെയാ. അങ്ങോട്ട് കൈ പൊക്കുക, അവിടെ തവക്കുലാക്കുക, ചോദിക്കുക, അപ്പൊ റിസ്ക് വരും. അതാണ്. ഒരിക്കലും ചെയ്യരുത് സഹോദരന്മാരെ, ഒരിക്കലും ചെയ്യരുത്. പല തരത്തിലുള്ള മതങ്ങളുമുണ്ട്, ഞാനത് പറയണ്ട. പണ്ട് പെൺകുട്ടികളെ ജനിച്ച് വന്ന ശേഷം ഇനി കൊന്നിരുന്നത് ആര്? ജാഹിലിയ്യ കാലത്താണ്. നമ്മളോ ആധുനിക കൊല, ഇത് വയറ്റിലായി എന്ന് പറഞ്ഞാൽ പിന്നെ കൊല്ലാൻ നടക്കുക. എന്തൊരവസ്ഥ! അതുമല്ല, ഇപ്പൊ കുറെ ആൾക്കാർ കണ്ടില്ലേ, കൊന്ന് സൂട്ട് കേസിലാക്കിയാണ് കൊണ്ടുപോകണം. കുട്ടികളെ കൊണ്ടുവന്നിട്ട് കൊന്നിട്ട് എങ്ങനെ സാധിക്കണം? എങ്ങനെ? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, വന്നു പോകരുത്. നാലാമത്തെ ഉപദേശം എന്താ? വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. കണ്ടില്ലേ? വലാ തഖ്റബുൽ ഫവാഹിഷ, ഫവാഹിഷ് എന്ന് പറഞ്ഞ മോശമായ കാര്യങ്ങൾ, അതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കരുത്. ചെയ്യരുത് എന്നല്ല, അടുക്കരുത്. മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ പ്രത്യക്ഷമായി അതിന്റെ ദോഷം അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ട്. ചിലതൊക്കെ നമുക്ക് അറിയാം. അതിന് എഴുതി വെച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ദി ഹെൽത്ത്. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്.
അല്ലേ? അത് ലഹറാണ്. പക്ഷെ ചില ബത്തനുകൾ അറിയാത്തത് അതെന്തൊക്കെ പല സാധനമുണ്ട്, നമ്മളത് പറയണ്ട. എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ മുമ്പിൽ കാണാതെ നമ്മൾ ചെയ്യുന്ന കുറേ ചീത്ത കാര്യമില്ലേ? നിങ്ങളോട് എനിക്ക് വെറുപ്പ്, എൻ്റെ ഉള്ളിലുണ്ട് വെറുപ്പ്. നിങ്ങൾ അറിഞ്ഞണോ? ഇല്ല കേട്ടോ, ഉദാഹരണം അറിഞ്ഞണോ? അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിലുണ്ടോ? അസൂയ, കിബർ. എനിക്ക് തോന്നുന്നതാണ് നിങ്ങളെക്കാൾ വലിയവനാണ് ഞാൻ. ഭയങ്കര രോഗ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ രോഗത്തിന്റെ പേരാണ് എന്ത്? കിബർ. ഇങ്ങനെ ഒരുപാട് സാധനമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഹറാമാക്കി. നമുക്ക് അതിൻ്റെ അടുത്തുകൂടെ പോകരുത് എന്ന് പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താവും? അതിൽ പെട്ടുപോകും സഹോദരന്മാരെ, പെട്ടുപോകും. അത് പെട്ടുപോകും. ഒന്ന് വലിച്ചു നോക്കട്ടെ, വേണ്ട, ഒറ്റൊന്നും വലിക്കണ്ട. അതിൻ്റെ അടുത്തേക്ക് തന്നെ പോകണ്ട. ഒരു സ്ലിപ്പിനോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് വരിക. അപ്പൊ ശ്രദ്ധിക്കണം സാധനം. അതേമാതിരി ശ്രദ്ധിക്കുന്ന സാധനം ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാഹിഷത്തുകളുണ്ട്. വ്യഭിചാരം, പലിശ, കള്ളസാക്ഷ്യം, ഇങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഇതിൻ്റെ ഒന്നും അടുത്തേക്ക് പോകരുത്. അതിലേക്ക് എത്തുന്ന ഒന്നിലേക്ക് നോക്കൂ. സിനയെ പറ്റി പറഞ്ഞത് വലാ തഖറബു സിന, സിനയോട് അടുക്കരുത്. അതിലേക്ക് എത്തുന്ന സംഗതികൾ നമ്മൾ മാർദ്ദിക്കണം. സാധാരണ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാധനം ഹറാമാക്കി, ഇപ്പുറത്ത് ഹലാൽ ഉണ്ടാവും. എല്ലാം ശ്രദ്ധിച്ചോ, മനസ്സിലായി? അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റിയത് ഇപ്പുറത്തുണ്ടേ, അതുകൊണ്ട് അടുക്കരുത് എന്ന് പറഞ്ഞത്. അത് ചെയ്യണം. അത് ചെയ്യാത്തപ്പോ പലപ്പോഴും എവിടെ എത്തുക? ഹറാമിലെത്തുക, അല്ലേ? ആണോ അല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നത്, പെട്ടെന്ന് ഉദാഹരണം. വായ്പ, കടം. ഇത് ഒരു വലിയ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ വായ്പന്റെ ഭയങ്കര, നമുക്ക് സദഖ ചെയ്യുന്നേക്കാൾ കൂലിയുള്ള കാര്യമാണ് വായ്പ കൊടുക്കൽ. കേട്ടോ? അതിന് നേരെ എതിരെന്താ? പലിശക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കലാണ്, അല്ലേ? ആണോ അല്ലേ? നേരെ എതിരുണ്ട്. വ്യഭിചാരം ഭയങ്കര തെറ്റാ. വിചാരത്തിൽ എത്തിക്കണമൊക്കെ തെറ്റാ. ഇപ്പുറത്ത് എന്തുണ്ട്? നല്ല ഭാര്യനെ തന്നിട്ടുണ്ട്, നല്ല ഭർത്താവിനെ തന്നിട്ടുണ്ട്. ഉല്ലസിക്കണം, സംസാരിക്കണം, ചിരിക്കണം, കളിക്കണം, ഒക്കെ അവിടെ ആട്ടെ. അത് ഒഴിവാകുമ്പോൾ ഇതെന്താവും? ശ്രദ്ധിക്കണം എല്ലാവരും. സുബ്ഹാനല്ലാഹ്. നമുക്ക് പദം തന്നെ അങ്ങനെയാണ്. വലാ തഖറബുൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ. ഓക്കേ. അഞ്ചാമത്തേത് എന്താ? വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഹഖായ രീതിയിലല്ലാതെ ഒരാളെയും കൊല്ലാൻ പാടില്ല. ഒരു മനുഷ്യനെയും തൊട്ടുകൂടും. അപ്പൊ അത് വർദ്ധിച്ചതുകൊണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ കുത്തി കൊല്ലരുന്നല്ലേ എല്ലാ ദിവസവും? എന്തോ ഒരു കൊല. മുസ്ലിമിന് പാടില്ല. മുസ്ലിമിന് ആരെയും തൊടാൻ പാടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, മുസ്ലിമിന് കാഫിറിനെയും കൊല്ലാൻ പാടില്ല. ചിലർ അങ്ങനെ വിചാരിച്ചു കാഫിറിനെ കൊല്ലാന്നാ. കാഫിറിനെ കൊല്ലാൻ പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല. നമുക്കതിന് അധികാരമില്ല. നമ്മളല്ല. എവിടെയെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഭരണകർത്താക്കളുടെ ബാധ്യതയാണ്, നമ്മളുടെ. മനസ്സിലായി? ഒരിക്കൽ നബി പറഞ്ഞു, മൻ ഖതല നഫ്സൻ മുആഹദൻ, നമ്മളുമായി കരാറുണ്ടാക്കിയ ഒരാളെ കൊന്നാൽ, മുസ്ലിം അല്ല, കാഫറാണ്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ രാജ്യത്ത്, ഉദാഹരണം, എങ്കിൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവന് കിട്ടൂല. എന്നിട്ടോ നബി പറയാ, ഫഇന്ന റിഹഹ, സ്വർഗത്തിന്റെ വാസന എന്ന് പറഞ്ഞാൽ ലയൂജദു മിൻ മസീറത്തി 40 ആമ, 40 കൊല്ലം യാത്ര ചെയ്യാൻ എത്തുന്ന അത്രയും ദൂരം വാസന കിട്ടും. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വർഗത്തിൽ നമ്മൾ എത്തിക്കട്ടെ. എന്തിരിക്കും വാസനകൾ ആലോചിക്കും. പല സ്മെല്ല്, നമ്മൾ പെർഫ്യൂംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഭയങ്കര വില കൂടിയൊക്കെ. 40 കൊല്ലം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരം സ്വർഗത്തിന്റെ പരിമളം എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ പരിമളം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശ്രദ്ധിക്കണം. നമുക്ക് അധികാരമില്ല. അധികാരമുള്ളത് ആർക്കാ? ഭരണാധികാരികൾക്ക്. മനസ്സിലായി? ആറാമത്തെ വസിയ്യത്ത് എന്താ? നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, അവസാനിപ്പിക്കുന്നത്, ലാലിക്കും വസാക്കും ബിഹി. നോക്കൂ, ആ പദം തന്നെ. ഇതാണ് നിങ്ങളോട് പറയാനുള്ള വസിയ്യത്ത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത വസിയ്യത്ത് നോക്കും.
ആറാമത്തെ വസിയത്ത് അടുത്ത ആയത്തിൽ വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ധഹു. വലാ തഖറബൂ മാലൽ യതീം, യതീമിനെ സമ്പത്തിനെ നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നല്ല നിലയിലല്ലാതെ. ഹത്താ യബ്ലുഗ അശുദ്ധഹു, അവന് പ്രായപൂർത്തി എത്തുന്നത് വരെ. യതീമിന്റെ സമ്പത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു. വാപ്പ മരിച്ച് പ്രായപൂർത്തിയാകാത്ത അനുജന്മാരുണ്ടെങ്കിൽ അവർ യതീമാട്ടാം. മനസ്സിലായി? സ്വത്തുങ്ങളെ ബാധ്യത നോക്കല്. തുടരുത്. എന്താ തുടരുത് എന്നല്ല പറഞ്ഞത്. അല്ലാ തെക്കുലു എന്നൊക്കെ പറഞ്ഞു തിന്നരുതെന്ന് പറയും. ഇവിടെ സമീപിക്കരുത്, അനാവശ്യമായി സമീപിക്കും. അതിനെ വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് സമീപിക്കാം. അതുകൊണ്ട് കച്ചവടം ചെയ്തവർക്ക് മെച്ചുണ്ടാക്കാൻ വേണ്ടി സമീപിക്കാം. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യാം. മറ്റേ ചെയ്യാൻ പാടില്ല. ഭയങ്കര തെറ്റാ സഹോദരന്മാരെ. യതീമിനെ തൊട്ടാൽ കൈ പൊള്ളും. യതീമിനെ തൊട്ടാൽ കൈ പൊള്ളും. യതീമിനെ സ്നേഹിച്ചാലോ മാഷാ അല്ലാഹ്. യതീമിനെ കിട്ടിയാൽ നിങ്ങൾ മാറോട് അടക്കി പിടിക്കണം. യതീമിന്റെ തല ഇങ്ങനെ തടവി കൊടുക്കണം. അപ്പൊ അത് എവിടെ എത്തുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ലോപലമാകും. ശരിക്ക് ചെയ്തു നോക്കി. ഭയങ്കര ഒരു പാസ് ചെയ്യും, ഒരു പവർ ഇങ്ങനെ പാസ് ചെയ്യും യതീമിന്റെ തലേന്ന് നമ്മുടെ ഹൃദയത്തിൽ. ഇത് അല്ലാഹു റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കണം സാധനം, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരിക്കലും വരരുത്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ. അന്യായമായി യതീമിന്റെ മുതൽ തിന്നവർ ശ്രദ്ധിച്ചോ, തിന്നത് തീയാണ്. ഒരു നയാ പൈസ പോലും വരരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ വഔഫുൽ കൈല, ഏഴാമത്തത് വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. അളക്കവും, കൈൽ എന്ന് പറഞ്ഞാൽ അളത്തം, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കം. അളത്തവും തൂക്കവും ബിൽ ഖിസ്ത്, നീതിപൂർവം പൂർത്തിയാക്കി കൊടുക്കണം. കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? 950 ഗ്രാമുള്ളിടത്ത് 1 കിലോന്ന് എഴുതണ്ട. ആറാമാ എഴുതല് പാടില്ല. മനസ്സിലായി? ശരിക്കും ശ്രദ്ധിക്കണം. ഒരിക്കലും പാടില്ല. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കരുത്, തിരിച്ചെടുക്കൂല എന്നാലും എഴുതരുത്. ഹറാമാണ്, എഴുതാൻ പാടില്ല. ഇപ്പം നമ്മളെ സർക്കാർ നിരൂപിച്ചു വന്നത്. ഏതായാലും ശരി, പാടില്ല. ഒരുപാട് സംഗതികൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഇതൊക്കെ എന്താ ചെയ്യുക, ഇതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തടിക്കച്ചവടക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് നടക്കൂല മൗലവി, കച്ചവടം നടക്കൂല. കച്ചവടം നടക്കൂലെങ്കിൽ വേറെ കച്ചവടം നോക്കണം. ഇത് വസിയ്യത്ത്. അപ്പം എന്താ നടക്കാത്ത വെച്ചാൽ എന്താ വെച്ചാൽ 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചരടിൻ്റെ അത്ര കുറവുണ്ടാവും. തരം 3 ഇഞ്ച് വരും. ആരെയും മരം വാങ്ങി നോക്കിയില്ലെങ്കിൽ അറിയാം. 3 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടെങ്കിൽ 3 ഇഞ്ചിൻ്റെ ഒരു ചരടിൻ്റെ കുറവുണ്ടാവും. ഞാൻ ചോദിച്ചു, ഇതിൽ നിങ്ങൾക്ക് എന്താണ്? അത് കുറേ 3 ഇഞ്ച് കൂടുമ്പോൾ കുറേ ചരട് കിട്ടൂലേ? അപ്പം അതന്നെ പറ്റൂല. ശ്രദ്ധിക്കും, പാടില്ല. ഭയങ്കരമായ തെറ്റാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വാചകം നോക്കിയാൽ, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ. ആരോടും അവരുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഇതൊക്കെ കഴിവിൽപ്പെട്ടതാണ്. ഏത് അളത്തും തൂക്കമൊക്കെ കഴിയണത്ര, അതേ ഉദ്ദേശിച്ചു. ചിലപ്പോൾ 1 ഗ്രാം അങ്ങോട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടാവും. ഒക്കെ നമ്മൾ തമ്മിൽ അറിയണം. ഇതുണ്ടാവും. അങ്ങനെയാണ്. 1 കിലോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി തൂക്കി നോക്കും 1000 ഗ്രാം തികച്ചില്ല, ഒരു 2 ഗ്രാമിന്റെ കുറവുണ്ടാവും. കാരണം എന്താ? വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 8ാമത്തെ ഉപദേശം, വഇദാ ഖുൽതും, നിങ്ങൾ വർത്താനം പറയുകയാണെങ്കിൽ ഫഅദിലു, നീതിയോട് കൂടി പറയണം. വലൗ കാന ദാ ഖുർബ, അടുത്ത കുടുംബക്കാർക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ പോലും. വിശദീകരിക്കണം വേണ്ടല്ലോ. അടുത്ത കുടുംബക്കാർക്ക് വേണ്ടിയാണ്. ഒരു സുൽഹിന്റെ വർത്താനം പറയാം, നമ്മൾ അടുത്ത കുടുംബക്കാരനാണ്, ഒരു പാർട്ടി. അപ്പൊ നമ്മളൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനോ? ഫഅദിലു, അതിലുണ്ടോന്ന് ആർക്കറിയും? അല്ലാഹു. വഇദാ ഖുൽതും ഫഅദിലു, നമ്മൾ അദിലിന്റെ ആളുകളാകണം. നമ്മളോട് അല്ലാഹു പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിയുടെ അടിസ്ഥാനത്തിൽ നേർക്കുനേരെ നിൽക്കേണ്ടവരാണ്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ നോക്കും, നമ്മൾ നീതിയാണോ ചെയ്യുന്നത്. അത് ഈ സംസാരമായാലും അധികാരം ഉപയോഗിക്കലായാലും കുട്ടികളെ സ്നേഹിക്കുന്നിടത്ത് പോലും നീതി വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അപ്പോൾ ശരി, ശ്രദ്ധിക്കണം എല്ലാവരും.
ഇനി വബിഅഹദില്ലാഹി ഔഫു, ഒമ്പതാമത്തെ വസിയത്താണ്. വബിഅഹദില്ലാഹി ഔഫു, അള്ളാഹുമായി ഉണ്ടാക്കിയ കരാറുകളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കണം. ഇത് ഭയങ്കര. അള്ളാഹു ഉണ്ടാക്കിയ കരാറുണ്ടാ? ഒന്നാമത്തെ കരാറുണ്ട്, അലസ്തു ബിറബ്ബിക്കും ഖാലു ബല. ഓ, വച്ചടിക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബല. ഞാനല്ല നിങ്ങളെ റബ്ബ് എന്ന് വെച്ചപ്പോ സൃഷ്ടിച്ച് വെച്ച ശേഷം ചോദിച്ചതാ. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം. പക്ഷെ ഇവിടെ വന്നപ്പോഴോ ഒരുപാട് റബ്ബുകളെ നമുക്കുണ്ടായി അല്ലേ? ഓരോ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണില്ലേ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളോട് നമ്മളൊരു കരാറ് ചെയ്തില്ലേ? അല്ലാഹു ചോദിക്കാം, ഞാനൊരു കരാറ് ചെയ്തില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്. ഇബാദത്ത് ആർക്കേ പാടുള്ളൂ? അല്ലാഹു അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പേര് ഒറ്റ വാക്കിൽ ശൈത്താനാണോ? ഒക്കെ ശൈത്താനാ. അത് നിങ്ങൾ എത്ര അതിന് ഭയങ്കര മെജണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ അദുവാണ്. വഅനിഅ്ബുദൂനി, എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ഹാദാ സിറാത്തുൻ മുസ്തഖീം, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിച്ചില്ലേ, അതാണ് സിറാത്തുൽ മുസ്തഖീം. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കണം. നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് അല്ലാഹ് എങ്ങനെ അവസാനിപ്പിച്ചത്? അവിടെ അവസാനിപ്പിച്ച അതേ രീതി, ദാലിക്കും, ഓ, ഇത് നിങ്ങളോട് പറയാനുള്ള വസിയ്യത്ത്. അവിടെ പറഞ്ഞത് ലഅല്ലക്കും തഅഖിലൂൻ, ഇവിടെയോ അവിടെ ചിന്തിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കുറച്ചും കൂടി ശക്തമാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ദിക്ർ ഉണ്ടാകണം ഇത് കേൾക്കുമ്പം. ദിക്ർ പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ദിക്ർ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഇതൊക്കെ കേട്ടാൽ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എത്തി ഹൃദയത്തിൽ നടക്കേണ്ട ഒരു റിയാക്ഷന്റെ പേരാണ് ദിക്ർ. തദക്കുർ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് ആ റിയാക്ഷൻ? ഒരു ചേഞ്ച്. നമുക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോകണതിന് മുമ്പ് തന്നെ തോന്നുകയാണ് ഒരു ചേഞ്ച് എനിക്ക് വേണം, പറയുന്ന എനിക്കും കേൾക്കണം എനിക്കും തോന്നും. അതാണ് ലഅല്ലക്കും തദക്കറൂൻ. ഓക്കെ, അവസാനത്തെ വസിയ്യത്ത് എന്താണ്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ്. പത്താമത്തെ വഅന്ന ഹാദാ സിറാത്തി, അല്ലാഹു പറയുന്നുണ്ടോ, ഇതാ എന്റെ ഈ സിറാത്ത് മുസ്തഖീമാണ്, നേർക്ക് നേരെയുള്ളതാണ്, വളവും തിരിവൊന്നുമില്ല. ഫത്തബിഊഹു, അതിനെ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. വലാ തത്തബിഉ സുബൽ, ഒരുപാട് മാർഗങ്ങൾ. സുബിൽ എന്ന് പറഞ്ഞാൽ സബീൽ എന്നുള്ളതിന്റെ ബഹുവചനമാണ്. ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് ത്വരീഖത്തുകൾ, ഒരുപാട് സരണികൾ നിങ്ങൾ കാണും. അതിന്റെ പിന്നാലെ ഒന്നും പോകരുത്. പോയാൽ ഫതഫറഖ ബികും അൻ സബീലി, അല്ലാഹുവിന്റെ യഥാർത്ഥ സബീലിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. എത്ര ക്ലിയറാ നോക്കി, എത്ര ക്ലിയറാ. തെറ്റിപ്പോകും. ഏതാണ് സഹോദരന്മാരെ ഇതൊക്കെ? വലാ തത്തബിഉ സുബുൽ, ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാർ, ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ തഖ്വയെയും നമ്മുടെ തൗഹീദിനെയും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ഫസാദുകൾ വരുന്നുണ്ട്. ബിദ്അത്തുകൾ ഒരുപാട് വരുന്നുണ്ട്. എന്തിനാ സഹോദരന്മാരെ ബിദ്അത്തുകൾ? എന്തിനാ? സുന്നത്ത് തന്നെ ചെയ്തിട്ട് തീരുന്നുണ്ട്, പിന്നെന്തിനാ പുതിയ ഉണ്ടാക്കുന്നത്? അള്ളാന്റെ റസൂലും സഹാബത്തും അഇമ്മത്തുകളും പഠിപ്പിച്ചു തന്നെയല്ലേ ബാക്കി. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോ. ഇത്തിബാ ചെയ്യേണ്ടത് ആരെയാണ്? റസൂലിനെയും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എത്ര രസം. ഖൈറുന്നാസി ഖർനി, ഖൈറുന്നാസി, ഏറ്റവും നല്ല മനുഷ്യന്മാർ എൻ്റെ കാലത്തുള്ളവരാ, എൻ്റെ തലമുറയിൽ, എൻ്റെ നൂറ്റം. സുമ്മല്ലദീന യലൂനഹും, പിന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ളവരാരാ? താബിഈകൾ. സുമ്മല്ലദീന യലൂഹും, ഇത് നമ്മൾ നോക്കേണ്ടത് അങ്ങോട്ട്. അവരെയാണ് എന്ത് ഇത്തിബാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? തെറ്റിപ്പോകും. അല്ലാഹു കാക്കട്ടെ. നോക്ക്, ഇതും പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? ദാലികും വസ്വാകും ബിഹി. ഇനി പറയണ്ടല്ലോ, പക്ഷേ ഒരു ചെറിയ വ്യത്യാസം അവിടെ. ആദ്യം പറഞ്ഞ ലഅല്ലക്കും തഅഖിലൂൻ, പിന്നെ പറഞ്ഞ ലഅല്ലക്കും തദക്കറൂൻ. ഇവിടെ പറഞ്ഞതോ ലഅല്ലക്കും. മനസ്സിലായോ എന്തിനാ ഞാൻ ഈ വസിയ്യത്ത് ഇപ്പം കേൾപ്പിച്ചത്? തഖ്വ ഉണ്ടാകാനായിരുന്നു. എന്ത്? നോമ്പേ അല്ലേ? ഇവിടെ അവസാനം പറഞ്ഞ എന്താ? ദാലികും വസ്വാകും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ആണെങ്കിൽ ഈ 10 വസിയ്യത്ത് കാത്തു സൂക്ഷിച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ 10 വസിയ്യത്ത്
എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നുമ്പം എനിക്ക് എടുത്തു നോക്കാനാണ് ഞാൻ ഈ മുസാഫിൽ ഇത് കാണിച്ചത്. ഇതിൻ്റെ വകയല്ല, മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഒരു വാചകം ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വാചകം എൻ്റെതല്ല, മനസ്സിലായില്ലേ? ഇത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് തരാൻ ഉദ്ദേശിച്ച വസിയ്യത്ത്, റസൂലിൻ്റെ അവസാനത്തെ വസിയ്യത്ത് ഭയങ്കരമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് നടപ്പാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഇന്ന് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച 27-ാം രാവിൻ്റെ പകലിൽ റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്നെക്കുറിച്ച് സംസാരിച്ചു, നിൻ്റെ കിതാബിനെക്കുറിച്ച് സംസാരിച്ചു, നിൻ്റെ വസിയ്യത്ത് ഞങ്ങൾ കേട്ടു. അല്ലാഹുവെ, നടപ്പാക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്തുകളും ബർക്കത്തുകളും നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി തരണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഇനിയുള്ള റമദാനിൻ്റെ രാവുകൾ അതിമനോഹരമായ രാവുകളാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. അർഹമുർ റഹീമായ റബ്ബേ, നിന്നോട് അടുക്കുന്ന മനുഷ്യരായി ഞങ്ങളെ നീ മാറ്റിത്തരണമേ. അർഹമുർ റഹീമായ റബ്ബേ, വല്ലതും പൊറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ രാവുകളിൽ പൊറുക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നീ ഗഫാറാണ് റബ്ബേ, ഗഫാറായ റബ്ബേ, റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ. ഞങ്ങൾ നിന്നോട് നിന്റെ അസ്മാകളെ കൊണ്ടും സിഫാത്തുകളെ കൊണ്ടും ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം റബ്ബേ. ഞങ്ങൾ അല്ലാഹുവേ ഒരുപാട് വീഴ്ചകൾ പറ്റിയവരാണ്, ദുർബലന്മാരാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ ദിവസങ്ങളുടെ ബർക്കത്ത് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ സ്വന്തത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഹോദരന്മാരിൽ, സഹോദരിമാരിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ റബ്ബേ കൂടുതൽ ബർക്കത്ത് നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, അടുത്ത റമദാനിൽ ഇതുപോലെ ഒരു അവസാനത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ, അറിയില്ല. എവിടെയായിരിക്കും ഞങ്ങളെന്നറിയില്ല. റഹ്മാനും റഹീമുമായ റബ്ബേ, ഇനിയും ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ പരിശുദ്ധമായ റമദാനിൻ്റെ രാവുകളിലും ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിലാണ് റബ്ബേ. പട്ടിണിയുള്ളവരുണ്ട് റബ്ബേ, പേടിച്ച് നിലവിളിക്കുന്നവരുണ്ട്, ജീവന് പോലും ഭീഷണിയുള്ള ഒരുപാട് ആളുകൾ ജയിലുകളിലും കാരാഗ്രഹങ്ങളിലും ഉണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, അവർക്ക് നീ വിടുതൽ നൽകണമേ, ജയിലുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ റബ്ബേ. നീയാണ് വലിയവൻ റബ്ബേ, യുദ്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, അവർക്ക് നീ സന്തോഷം നൽകണമേ, സമാധാനം നൽകണമേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് റബ്ബേ, അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, അവർക്ക് പ്രത്യേകമായി നീ ദറജ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ അമല് കൊണ്ട് അവർക്ക് നീ പ്രത്യേകമായ ദറജ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ റബ്ബേ നീ ആരോഗ്യം നൽകണമേ, ദീർഘമായ ആയുസ് നൽകണമേ. ഞങ്ങൾ മുഖേന അവർക്ക് സന്തോഷവും സമാധാനവും നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് നീ സന്താന സൗഭാഗ്യം നൽകണമേ. കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരുണ്ട്, അവരുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണമേ റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണമേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് കുട്ടികളും മനുഷ്യരും ഒരുപാട് രോഗബാധിതരാണ് റബ്ബേ. അവർക്കൊക്കെ രോഗത്തിൽ നിന്ന് നീ ശിഫ നൽകണമേ, ശിഫ നൽകണമേ. അല്ലാഹുവേ, നീ മാത്രമാണ് ശിഫ നൽകുന്നവൻ, അവർക്കൊക്കെ നീ ശിഫ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെയൊക്കെ സാലിഹായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, നിന്നെ കണ്ടുമുട്ടുമ്പോൾ തൗഹീദോടെ ഈമാനോടെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാക്കി തരണമേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ അടുത്ത് മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ മൂടണം റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ കഫൻ ചെയ്യുമ്പോൾ, ഞങ്ങളെ ചുമന്നു കൊണ്ടുപോകുമ്പോ, ഞങ്ങൾക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുമ്പോ, ഞങ്ങളെ ഖബറിൽ വെച്ച് ഒറ്റക്കാക്കി പോരുമ്പോ റബ്ബേ, നിന്റെ റഹ്മത്തല്ലാതെ നിന്റെ കാരുണ്യമല്ലാതെ കൂട്ടിലില്ലാത്ത സമയം റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പൊതിയണം റബ്ബേ.
ഞങ്ങളുടെ ഖബറിൽ ഞങ്ങളുടെ അമലുകൾ ഞങ്ങൾക്ക് കൂട്ടാകണം റബ്ബേ. ഞങ്ങളുടെ ഖബർ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കി ഞങ്ങൾക്ക് നീ മാറ്റി തരണം റബ്ബേ. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم الكافرين. اللهم أدركنا ليلة القدر يا الله. اللهم أدركنا ليلة القدر يا الله. اللهم أدركنا ليلة القدر يا الله يا كريم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم اغفر لنا وارحمنا. اللهم اغفر لنا وارحمنا. اللهم اغفر لنا وارحمنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولمن أوصانا بالدعاء يا رب العالمين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للقوم الظالمين. ربنا لا تجعلنا فتنة للقوم الظالمين. ربنا لا تجعلنا فتنة للقوم الظالمين. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار وأعتقنا من النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.